ഡിയേഴ്സ്, അഖില മിസ് ആണ്. മക്കൾ എല്ലാവരും ഇതാ ക്ലാസ് 7 CBSE ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് 8ലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മുടെ UPയിൽ നിന്ന് നമ്മൾ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഹൈസ്കൂളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വലിയ മാറ്റങ്ങളാണ്. നമ്മുടെ സിലബസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം CBSE സിലബസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ ആഴത്തിൽ നമുക്കിനി പഠിച്ചു തുടങ്ങാനായിട്ടുണ്ട്. അതായത് ഇനിയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതാ ക്ലാസ് 8 CBSEയിൽ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ തുടക്കം മുതൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു പ്ലാനോടുകൂടി മുമ്പോട്ട് പോകണം. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ സയൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസിൽ തന്നെ നമുക്ക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. ആ ഓരോ സബ്ജക്റ്റിലും വളരെ കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് പോകാനുണ്ട്. അതോടൊപ്പം തന്നെ മാത്സിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ യോധ ബാച്ച് തയ്യാറായിരിക്കുന്നത്. മക്കൾക്കറിയാം നമ്മുടെ യോധ ബാച്ചിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് അല്ലേ. ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫീച്ചറും നമ്മുടെ യോധ ബാച്ചിന്റെ പ്രത്യേകതയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റും കഴിയുന്ന സമയത്ത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ആ യൂണിറ്റ് ടെസ്റ്റുകൾക്കെല്ലാം നമ്മൾ ആൻസർ കീ ഡിസ്കഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മൊഡ്യൂൾ എക്സാംസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഒരു ചാപ്റ്ററിന് പകരം നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും 3-4 ചാപ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ച് പഠിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള CBSE ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണോ അതേ മോഡലിലായിരിക്കും നമ്മൾ ഈ പറയുന്ന മൊഡ്യൂൾ എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അതിനും നമ്മൾ ആൻസർ കീ ഡിസ്കഷൻ വെക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആനുവൽ എക്സാമിന് മുന്നോടിയായിട്ടും നമുക്ക് ഒരു മോഡൽ എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ചുമ്മാ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുക അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ MCQs ആയിക്കോട്ടെ, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, ഇനി ഇതല്ല ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് നമ്മുടെ യോധ ബാച്ചിന് പറ്റും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതുവരെയും നമ്മുടെ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യണം. യോധ ബാച്ചിൽ ഇതാ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മെയ് 1-ാം തീയതി മുതൽ നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. എത്രയും പെട്ടെന്ന് തന്നെ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ മിസ് നിങ്ങളെടുത്ത് പറയാണ്. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ ക്ലാസ് 7 CBSE യൂട്യൂബ് ചാനലാണ് അല്ലേ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ അതായത് 8ാം ക്ലാസ്സിലുള്ള നമ്മുടെ വീഡിയോസും എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നത് സൈലം ക്ലാസ് 8 CBSE യൂട്യൂബ് ചാനലിലായിരിക്കും. അതുകൊണ്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് 8 CBSE ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് 8 CBSE സെറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം. യോധ ബാച്ചിൽ കാണാം. ബൈ.